14-ാം നൂറ്റാണ്ടിൽ നിർമ്മിക്കപ്പെട്ട കേരളത്തിലേറെ ചരിത്ര പ്രാധാന്യമുള്ള മിഷ്കാൽ പള്ളിയിലേക്കാണ് നമ്മൾ ഇന്ന് വന്നിരിക്കുന്നത്. AD 1300-ന്റെയും 1340-ന്റെയും ഇടയിൽ നിർമ്മിക്കപ്പെട്ട ഈ പള്ളി നിങ്ങൾ വിസിറ്റ് ചെയ്തിട്ടുണ്ടെങ്കിൽ താഴെ നിന്ന് കമന്റ് ചെയ്യണേ. കേരള വാസ്തുവിദ്യ പ്രകാരം നിർമ്മിക്കപ്പെട്ടിട്ടുള്ള മിഷ്കാൽ പള്ളി ക്ഷേത്ര മാതൃകയിലാണ് കാണാൻ കഴിയുന്നത്. അന്നത്തെ സാമൂതിരി രാജാവാണ് പള്ളി നിർമ്മിക്കുന്നതിനുള്ള സ്ഥലം അനുവദിച്ചു കൊടുത്തത്. കേരളത്തിന്റെ മതസൗഹാർദ്ദ പാരമ്പര്യത്തിന്റെ ഏറ്റവും ഉത്തമ ഉദാഹരണമായിട്ട് നമുക്ക് മിഷ്കാൽ പള്ളിയെ കാണാൻ കഴിയും. 14-ാം നൂറ്റാണ്ടിൽ യമനിൽ നിന്ന് വ്യാപാരത്തിന് വന്ന നഹൂദ മിഷ്കാലാണ് ഈ പള്ളി നിർമ്മിച്ചത്. അദ്ദേഹത്തിന്റെ പേരിലാണ് പള്ളി അറിയപ്പെടുന്നത്. പുരാതന നിർമ്മാണ രീതി ആയതുകൊണ്ട് തന്നെ പള്ളിയിലേക്ക് പ്രവേശിക്കാൻ നമുക്കിവിടെ 47ഓളം വാതിലുകൾ കാണാൻ കഴിയുന്നുണ്ട്. പ്രാചീന രീതിയിൽ നിർമ്മിക്കപ്പെട്ടിട്ടുള്ള ഈ ഒരു ഹൗള് മിഷ്കാൽ പള്ളിയുടെ ഒരു സവിശേഷതയാണ്. ഈ കാണുന്ന പാത്രത്തിൽ വെള്ളമെടുത്ത് കാലൊക്കെ കഴുകുന്ന സമയത്ത് ശരിക്കും നമുക്കൊരു നൊസ്റ്റാൾജിയൊക്കെ ഫീൽ ചെയ്യും. ഹൗളിൽ മാത്രമല്ല ഇവിടുത്തെ ഓരോ ജനലിലും വാതിലിലും നമുക്ക് പഴമയെ തൊട്ടറിയാൻ പറ്റും. പള്ളിയെ മുഴുവനായും താങ്ങി നിർത്തുന്നത് മരത്തിൽ നിർമ്മിച്ച ഈ കാണുന്ന 24 തൂണുകളാണ്. പള്ളിയുടെ താഴത്തെ നിലയൊഴികെയുള്ള മുഴുവൻ നിലകളും പൂർണ്ണമായും മരം കൊണ്ടാണ് നിർമ്മിച്ചിരിക്കുന്നത്. ഓരോ നിലയിലുള്ള തട്ടുകളും കോണിപ്പടികളും എന്തിന് മേൽക്കൂര വരെ മരം കൊണ്ടുള്ളതാണ്. മിഷ്കാൽ പള്ളിയുടെ നിർമ്മാണ സമയത്ത് മേൽക്കൂര ഓല കൊണ്ടാണ് മറച്ചിരുന്നത്. പിന്നീട് കാലക്രമേണ ഓടിലേക്ക് മാറ്റുകയായിരുന്നു. സാമൂതിരി രാജാക്കന്മാരുടെ കാലഘട്ടത്തിൽ അന്നത്തെ കാളിമാരെ വഹിച്ചു കൊണ്ടുവന്നിരുന്ന പല്ലക്കൊക്കെ നമുക്ക് ഇന്നും ഇവിടെ വന്നാൽ കാണാൻ കഴിയും. ഏകദേശം 700ഓളം വർഷങ്ങൾക്ക് മുമ്പ് 2 നില കെട്ടിടം പോലും അത്ഭുതമായി കാണപ്പെട്ടിരുന്ന കാലഘട്ടത്തിലാണ് 7 നിലകളുള്ള മിഷ്കാൽ പള്ളി നിർമ്മിക്കപ്പെട്ടത്. ഇത്രയേറെ സവിശേഷതയുള്ള ഇന്ത്യയിൽ തന്നെ പുരാതനമായ പള്ളികളിൽ ഒന്നായ മിഷ്കാൽ പള്ളി കാണാൻ ലോകത്തിന്റെ പല കോണുകളിൽ നിന്ന് ആളുകൾ എത്തുന്നുണ്ട്. കോഴിക്കോട് ജില്ലയിലെ കുറ്റിച്ചേറിയിലുള്ള ഈ ഒരു പള്ളി നിങ്ങൾ ഇതുവരെ കണ്ടിട്ടില്ലെങ്കിൽ നിങ്ങളുടെ അടുത്ത കോഴിക്കോട് യാത്രയിൽ തീർച്ചയായും ഈ ഒരു സ്ഥലം ഉൾപ്പെടുത്തുക. അപ്പോൾ ഇതുപോലത്തെ ഇൻട്രസ്റ്റിംഗ് ട്രാവൽ വീഡിയോസിനായിട്ട് മറക്കാതെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക.